പിന്നെ എന്താണ് ഓല എടുക്കാൻ ഒരു ധൈര്യം കിട്ടുക? കാരണം അന്ന് ഓലയ്ക്കൊക്കെ ഇഷ്ടംപോലെ കംപ്ലയിൻസ് കേൾക്കുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ നിന്ന് ഇത് ഒടിഞ്ഞു കിടക്കുന്നു, കത്തുന്നു, വിഷയത്തോടെ വിഷയം. അപ്പൊ ആ സമയത്ത് എങ്ങനെ ആ ഒരു ധൈര്യം വന്ന ഇതിലോട്ട്? അപ്പോൾ ഫാമിലി വൈസ് ആദ്യം ആർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എൻ്റെ ഒരു പെട്രോൾ സ്കൂട്ടർ ഉള്ളത് പെട്ടെന്ന് കൊടുത്തിട്ടായിരുന്നു ഞാൻ ഏതായിരുന്നു മോശം റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം ഈ പാനൽസ് ഒക്കെ ഇളകി അടിക്കുന്ന സൗണ്ട് അല്ലേ, വൈബ്രേഷൻ സൗണ്ട് അങ്ങനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ലോങ് ആയിട്ടുള്ള റൈഡ്സിലെല്ലാം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൈം ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നീട് ഇപ്പം അവിടെ ഹൈപ്പർ ചാർജർ യൂസ് ചെയ്തു, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എന്തോരം സ്പീഡിൽ ചാർജ് കയറും? ഇലക്ട്രിക് ആണ്, എന്ത് വേണമെങ്കിലും നമ്മളിപ്പോൾ ഷോറൂമിൽ വരുമ്പോൾ അവര് ബാറ്ററി എല്ലാം എല്ലാം നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 1.5 ലക്ഷം രൂപ മുടങ്ങാൻ പോയ ആൾക്കാർക്ക് മനസ്സിനകത്ത് ചെറിയൊരു പേടിയിൽ കാണും. വന്നിട്ടുണ്ട്. CBR 250R ശേഷം നിങ്ങൾ ഒലയവായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? S1 Pro അല്ലേ? S1 Pro 9 months ആയി. 4K എങ്ങാണ്ട് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. 4000 ഓടി. 4000 ഓടിയിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വന്നു, 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒരു യൂസർ റിവ്യൂ ആണെന്ന്. ആക്ച്വലി 4000 കിലോമീറ്ററിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സെനറിയോസിലും കൂടെ ഓടിയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് യൂസർ റിവ്യൂവിനായിട്ട് എടുത്തിരിക്കുന്നത്. ആ ഒരു നമ്പറിനേക്കാളും ഒരുമാതിരി എല്ലാ ടെറൻസിൽ കൂടെ എല്ലാ രീതിയിലും പലരെ ഓടിച്ച് തെളിച്ച ഒരു വണ്ടിയാണിതെന്ന് പറയാം. അപ്പം അക്ഷയ് തന്നെ പറയും. നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ CBR 250Rൻ്റെ യൂസർ റിവ്യൂ വീഡിയോയിൽ ആളെ കണ്ടിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ തന്നെയാണ് ഈ ഒരു S1 Proയും ഓല. അപ്പം ഇന്ന് നമ്മൾ ഇതിൻ്റെ യൂസർ റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പം തുടങ്ങിക്കോ. വണ്ടി എടുത്തു, അന്ന് എടുത്തപ്പോൾ എത്ര രൂപയായിരുന്നു? അന്ന് 1,47,000 ആയിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നു. 25,000 നമ്മുടെ ഇത് വരുന്നുണ്ട്, സബ്സിഡി കട്ട് ചെയ്തിട്ടുള്ളൊരു എമൗണ്ട് 1,47,000. ഓക്കെ, അപ്പോൾ 1.5 ലക്ഷത്തിനുള്ളിൽ തന്നെ വണ്ടി കിട്ടി അന്നൊരു ഓഫറുള്ളതുകൊണ്ട്. ഓക്കെ. അപ്പം അന്ന് എടുത്തിട്ടുള്ള ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനിഷ്യൽ ഇംപ്രഷൻ ആദ്യം കുറച്ച് ഇതുമായിട്ടൊന്ന്. നേരത്തെ ഇലക്ട്രിക് ഓടിച്ചിട്ടുണ്ടായിരുന്നോ? നേരത്തെ ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് റിവോൾട്ടിന്റെ മറ്റേ ബൈക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഇലക്ട്രിക് യൂസ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം എയ്തർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, പിന്നെ ഓല ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പിന്നെ ഫ്രണ്ട്സും എനിക്കും മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ടത് ഓല ആയതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തത്. പിന്നെ ഓടിച്ചു നോക്കിയപ്പോൾ പവർ വൈസ് ആയിട്ടിലും ആ ലുക്ക് വൈസ് ആണെങ്കിലും ഇച്ചിരി വേറിട്ട ഫീൽ എനിക്ക് കിട്ടി. നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ലുക്ക് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഓല ചൂസ് ചെയ്തു. പിന്നെ ഇതിന്റെ ഹെഡ് യൂണിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വാളി എന്ന് പറഞ്ഞ ആ ഒരു ആനിമേഷൻ സീരീസ്, ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുത്ത ടൈമിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതിന്റെ യൂസേജ്, ഇതിന് റേഞ്ച് കിട്ടേണ്ട രീതിയിലുള്ള ഓടിയിൽ ആ ഒരു ടൈമിൽ ആദ്യം എടുത്ത കുറച്ച് പേരിലാണ് അല്ലേ? ഫസ്റ്റ് ബാച്ചിന്റെ തൊട്ടടുത്ത ബാച്ച്. കാരണം സസ്പെൻഷൻ ഒക്കെ അവർ റീബിൽഡ് ചെയ്ത് അതിന്റെ മോൾഡൊക്കെ കുറച്ച് സ്ട്രോങ് ആക്കി, കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് എല്ലാം റെക്ടിഫൈ ചെയ്തൊരു മോഡലാണ്. അന്ന് എന്താണ് ഓല എടുക്കാൻ ഒരു ധൈര്യം കിട്ടുക? കാരണം അന്ന് ഓലയ്ക്കൊക്കെ ഇഷ്ടംപോലെ കംപ്ലയിൻസ് കേൾക്കുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ നിന്ന് ഇത് ഒടിഞ്ഞു കിടക്കുന്നു, കത്തുന്നു, വിഷയത്തോടെ വിഷയം. അപ്പൊ ആ സമയത്ത് എങ്ങനെ ആ ഒരു ധൈര്യം വന്ന ഇതിലോട്ട്? ബാംഗ്ലൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് അതിന്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി, സ്ട്രെല്ലിന്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി അവനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചേറെ കാലം. അപ്പോൾ അവനത് യൂസ് ചെയ്ത് അവൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് അവൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ പവർ വൈസ് എല്ലാം, നമ്മൾ ബൈക്സും സൂപ്പർ ബൈക്സും ഒക്കെ ഓടിച്ചിട്ട് നമ്മളൊരു സ്കൂട്ടറിലേക്ക് വരുമ്പം, അത് ഇലക്ട്രിക് സ്കൂട്ടർ, അത് നമുക്കൊരു മടുപ്പ് വരാത്ത രീതിയിൽ എക്സൈറ്റ്മെന്റ് തരുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ഉണ്ടെന്ന് അവൻ ഇതിനകത്ത് പറഞ്ഞു. അപ്പോൾ അവനാണ് മെയിനായിട്ട് എന്നെ ഇതെടുക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഓക്കെ. അപ്പം എടുത്തിട്ട് ആദ്യം ഇപ്പം പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഫാമിലിയുടെ ഇടയിലും ഒക്കെ തന്നെ അവരുടെ റിയാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ? ഫാമിലിയുടെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഇത്രയും പ്രൈസ് വരുന്നുണ്ട്, ഇത് ഇനിയും റീസെയിൽ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് വേണ്ടത്ര ബെനിഫിറ്റ്സ് ഒന്നും കാണത്തില്ല. അപ്പം മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ ആ ഒരു ബെനിഫിറ്റ്സ് മുതലാക്കുക. ആ ഒരു ഒറ്റ ഓപ്ഷനെ ഞാൻ ഇതിൽ കണ്ടുള്ളൂ. അപ്പോൾ ഫാമിലി വൈസ് ആദ്യം ആർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എൻ്റെ ഒരു പെട്രോൾ സ്കൂട്ടർ ഉള്ളത് പെട്ടെന്ന് കൊടുത്തിട്ടായിരുന്നു ഞാൻ. അത് ഏവിയേറ്റർ. അപ്പം ഏവിയേറ്റർ കൊടുത്തിട്ട് ഇതെടുത്തപ്പോഴത്തേക്ക് ഇപ്പം ഇത്രയും ഫണ്ട് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആളുകൾക്കൊരു ഇതുണ്ടായിരുന്നു, വീട്ടിലെല്ലാവർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആളുടെ യൂട്ടിലിറ്റി ഒക്കെ മനസ്സിലാക്കിയപ്പോൾ, ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പെട്രോൾ എക്സ്പെൻസ് ഡെയിലി കൂടി വരുന്നതുകൊണ്ടും അത് വെച്ച് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ. അപ്പം എന്തായാലും വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ കാണുന്നവർക്ക് ഇപ്പോൾ മനപ്പാടായി കാണാം. വണ്ടിയൊക്കെ കുറേ ആയി, ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഇതിനകത്തു നിന്നുള്ള ഡിസഡ്വാൻറ്റേജ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പണികളെ പറ്റിയായിരിക്കും. അതൊക്കെ ലാസ്റ്റ് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് തോന്നിയ ഗുണങ്ങൾ നോക്കാം. അപ്പം ഓല S1 Pro ഇത്രയും കാലം ഉപയോഗിച്ചതിൽ നിന്നും
അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കണ്ട. പെട്രോൾ അടിക്കാതെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഡെയിലി ഒരു 50 to 70 കിലോമീറ്റേഴ്സ് നമുക്കൊരു റൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ ഒരു ഏരിയ വിട്ടു പോകാത്തൊരു റൈഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് തികച്ചും ഇത് വിശ്വസിക്കാം. അല്ലാതെ എനിക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കംഫോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബൂട്ട് സ്പേസ്, നമ്മുടെ ഈ ഒരു ടണൽ, ഈ ഫ്ലാറ്റ് ബോർഡ് കിട്ടാതെ ഈ ടണൽ വന്നേക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് സാധനങ്ങളൊന്നും അധികം ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടിയേക്കുന്നത് അത്യാവശ്യം 36 ലിറ്റർ ഉണ്ട്. അത് നല്ലൊരു ക്യാരേജ് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. മൊബൈൽ ചാർജിങ് പോർട്ട് അവർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ആണോ അതോ നോർമൽ ആണോ? നമുക്കൊരു കേബിൾ മാറ്റി കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ അത് നോർമലാ. പിന്നെ എനിക്ക് പറഞ്ഞത് ബ്രേക്സ് ഡബിൾ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അവരതിന് ABS ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് ഹൈ സ്പീഡ്സിൽ കൊടുക്കുമ്പോൾ വീല് ലോക്ക് ആവുന്നുണ്ട്. അപ്പം ഞാനത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റീജനറേറ്റ് ചെയ്ത് ആക്സിലേറ്റർ ഫ്രണ്ടിലോട്ടാക്കി റീജനറേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ക്സ് ബോത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഹാർഡ് ബ്രേക്കിംഗ് മാത്രമേ നമ്മൾ ഡിസ്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അതൊരു രീതിയിൽ നോക്കുമ്പോൾ അഡ്വാൻറ്റേജും ആണ്, വേറെ രീതി നോക്കുമ്പോൾ അത് ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. പിന്നെ ഈ മോട്ടറിൻ്റെ സൈഡിൽ നിന്ന് പവർ കാര്യങ്ങൾ, പവറിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. കാരണം ഇതിൻ്റെ ഹൈപ്പർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ V3യെക്കാട്ടി പവർഫുള്ളാണ്. ഇനിഷ്യൽ ബൈറ്റൊക്കെ നല്ല പവർഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹൈപ്പർ മോഡ് ഇട്ട് നമ്മൾ അധികം ഒരു സ്പീഡിൽ തന്നെ നല്ല രീതിയിൽ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്. ഒരു 45 to 55 ഹൈപ്പർ മോഡ് യൂസ് ചെയ്ത് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നമ്മുടെ ഈ നോർമൽ മോഡിലും എക്കോ മോഡിലും കിട്ടുന്നതിനെക്കാട്ടി വണ്ടി ഇച്ചിരി ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റേഞ്ചും അതിൽ നിന്ന് റെജനറേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവരും എക്കോ മോഡ് നോർമൽ മോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്കിത് അറിയില്ല. നമുക്ക് ഹൈപ്പർ മോഡിൽ തന്നെ നമുക്കൊരു 55 സ്പീഡ് ലിമിറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് നല്ല രീതിയിൽ കിട്ടും. അത് എല്ലാവരും മാക്സിമം എക്കോ മോഡും നോർമൽ മോഡും യൂസ് ചെയ്യുന്നതുകൊണ്ട് അറിയില്ല. അപ്പം മോട്ടർ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് ഇത് ചെയ്യുന്ന വണ്ടിക്ക് ഒരു മൊമെന്റം കിട്ടുന്നു. ഹൈ പുള്ള് നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ എമൗണ്ട് ഓഫ് എനർജി സേവ് ആവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഹൈപ്പർ മോഡിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടു, ആ വലിച്ചെടുത്തുകൊണ്ടുള്ള ഫീലും കയറ്റം ഒത്തിരി പേരുടെ സംശയമാണ്. കയറ്റം കയറുമ്പോൾ അത് ആളെ വെച്ച് കയറാൻ പറ്റും അത് ഇതെന്നൊക്കെയുള്ള, അതൊക്കെ എങ്ങനെ? ഇത് കയറ്റം എല്ലാം ആളെ വെച്ചുകൊണ്ട് കയറുന്നുണ്ട്. പക്ഷേ ലോങ് ആയിട്ടുള്ള നമ്മുടെ ചുരം കണക്കത്തെ കയറ്റമൊന്നും ഹിൽ സ്റ്റേഷൻസ് ഒന്നും ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ വയനാട്ടിലൊക്കെ കയറുന്നവർ പറയുന്നുണ്ട് മോട്ടോർ ഓവർ ഹീറ്റായി വണ്ടി റീസ്റ്റാർട്ട് മോഡിലേക്കൊക്കെ പോകുന്നുണ്ട്, പിന്നെ റെസ്റ്റിംഗ് മോഡിലോട്ട് പോകുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെയുള്ള ഒരു ഏരിയയിലോട്ട് ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. എനിക്കത് കൊണ്ടുപോകാനുള്ളൊരു ചാൻസും കിട്ടിയിട്ടില്ല. കാരണം ചാർജിങ് സ്റ്റേഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള. അപ്പം നമുക്ക് ആരെങ്കിലും ആശ്രയിച്ചൊക്കെ കുത്തിയിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിതുവരെ ഹീറ്റിംഗ് ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് ബാറ്ററിയുടെ ടെമ്പറേച്ചർ കാണിക്കും. ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് കാണിക്കുമ്പോൾ വണ്ടി മാക്സിമം വണ്ടി ഒതുക്കി എവിടെയെങ്കിലും കുറച്ച് നേരം അതിന് റെസ്റ്റ് കൊടുക്കുന്നതിനാണ് ബെറ്റർ ഓപ്ഷൻ. ഇലക്ട്രിക് ആണ്, എന്ത് വേണമെങ്കിലും. അപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. രണ്ടുപേരെ വെച്ചുകൊണ്ട് നല്ല പുള്ളി കിട്ടുന്നുണ്ട്. അതേസമയം തന്നെ നമ്മളിപ്പോൾ ചാർജ് കയറുന്ന എക്കോ മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ രണ്ടുപേരെ വെച്ചുകൊണ്ട് പുള്ളി ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു കയറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി നിന്ന് നമ്മളെ വെച്ചുകൊണ്ട് തന്നെ വണ്ടി പുള്ളി ചെയ്യത്തില്ല. ഈ ഹൈപ്പർ മോഡിലും സ്പോർട്ട് മോഡിലും നോർമൽ മോഡിലും അത്യാവശ്യം നമുക്ക് വേണ്ട കയറ്റമൊക്കെ വണ്ടി വലിക്കുന്നുണ്ട്. എങ്കിലും എക്കോ മോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കയറ്റങ്ങൾ ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കാം. അപ്പം ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. കാരണം അത് ഹീറ്റ് ആവാൻ ചാൻസസ് ഹീറ്റ് ആവും. അതുപോലെ അവിടെ ചാർജിങ് ബോർഡിലും പെട്ടുപോകും. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അത് മാത്രമല്ല ഇതിന് ഉള്ളിലൊരു കൂളിംഗ് സിസ്റ്റം ഒന്നും വരുന്നില്ല. അപ്പം മോട്ടോർ ഹീറ്റ് ആയാലും ബാറ്ററി ഹീറ്റ് ആയാലും റെസ്റ്റ് അടുപ്പിച്ച് മാത്രമേ എയ്തറിനാണെങ്കിൽ അതിനുള്ളിൽ ഫാനും അതിന്റെ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇതിനതില്ല. ഒലയ്ക്ക് അതില്ലാത്തതിൻ്റെതാണ് ഈ ഹീറ്റിംഗ് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുവഴി തീ പിടിക്കാനും അതിനൊക്കെ ചാൻസസ് ഉണ്ടായിരിക്കാം. ഇനിയിപ്പം ഹൈറ്റ്, അതായത് ഇപ്പം ബ്രോയ്ക്ക് എന്നെക്കാൾ ഹൈറ്റ് കുറവാണ്. അപ്പൊ എങ്ങനെയുണ്ട് വണ്ടി ഹാൻഡിൽ? ഹൈറ്റ് കുറവുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. എന്നാലും പ്ലാന്റഡ് ഫുഡ് അല്ല. പ്ലാന്റഡ് ഫുഡ് പറഞ്ഞെങ്കിൽ ഇറങ്ങിയിരിക്കണം. എങ്കിലും എനിക്ക് കാലെത്തുന്നുണ്ട്, പ്രോപ്പറായിട്ട് എത്തുന്നുണ്ട്. ഇപ്പൊ എന്നെക്കാട്ടി ഹൈറ്റ് കുറഞ്ഞ ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. 125 കിലോ വെയിറ്റ് വരുന്നുണ്ട്. ഒരു വെയിറ്റ് നല്ല രീതി നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അത് ഒരു സമയം നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി വരുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നും. കാരണം സസ്പെൻഷൻ സ്റ്റിഫാണ്. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി നമുക്കൊരു സ്റ്റെബിലിറ്റി തരുന്നുണ്ട്. പക്ഷേ ഈ ഞാൻ പറയുന്നത് അല്ലാതെ റൈഡേഴ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ആ വെയിറ്റ് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ കുറച്ച് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പം കുറച്ച്. പിന്നെ ഈ സ്റ്റാൻഡും പറഞ്ഞു വരുമ്പോൾ അതൊരു
വലിയ പ്രശ്നമാണ്. അത് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ബ്രോ. അപ്പോൾ ഇനിയും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോയിട്ടുണ്ടോ? അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഈ ഡിസംബർ ലാസ്റ്റ് മന്ത് ഞാൻ 2 വട്ടം എറണാകുളം പോയായിരുന്നു. അതായിരുന്നു എൻ്റെ ലോങ് ഡിസ്റ്റൻസ്. ഞാൻ അതിൽ തന്നെ ഞാൻ ഓക്കെ ആണെന്നും പറയാം, ഓക്കെ അല്ലെന്നും പറയാം. എത്ര കിലോമീറ്റർ ഉണ്ടോ നമുക്ക് ഇവിടുന്ന്? എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 118 കിലോമീറ്റേഴ്സ് ഉണ്ട് എറണാകുളം വരെ. പക്ഷെ ഞാൻ ലൊക്കേഷൻ ഇട്ടത് എന്തുവാ നമ്മുടെ പാലാരിവട്ടത്തുള്ള ഹൈപ്പർ ചാർജറിൻ്റെ ലൊക്കേഷനായിട്ട്. കാരണം എനിക്ക് ഇതും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ ചാർജ് ഓൾമോസ്റ്റ് തീരും. അപ്പം ആ ചാർജും കൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എറണാകുളത്ത് പോകേണ്ട കാര്യത്തിന് ഞാൻ ആദ്യം പോയി വണ്ടി ചാർജ് ചെയ്തിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആദ്യം ലൊക്കേഷൻ ഇട്ടത് ഹൈപ്പർ ചാർജറിൻ്റെ അവിടെയാണ്. അവിടെ 2 ഗണ്ണും വർക്കിംഗ് ആണോ എന്ന് ഞാൻ എൻ്റെ ഗ്രൂപ്പ്സ് വഴി ഞാൻ കൺഫേം ആക്കി. അവിടുത്തെ 2 ഗണ്ണും എപ്പോഴും കംപ്ലൈൻറ്റ്സ് വരുന്നതാണ്. അപ്പം ഓല ഗ്രൂപ്പ് വഴി എനിക്ക് അത് വർക്കിംഗ് ആണെന്ന് മനസ്സിലായി. ഞാൻ അവിടെ ഡയറക്റ്റ് ലൊക്കേഷൻ ഇട്ടു. അവിടെ ഞാൻ ഫസ്റ്റ് ടൈം ഹൈപ്പർ ചാർജർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ യൂസ് ചെയ്യേണ്ട രീതികളും അവരെനിക്ക് ഗ്രൂപ്പിലുള്ളവർ തന്നെ ഹെൽപ്പ് ചെയ്തു. അത് സിമ്പിൾ ആയതുകൊണ്ട് അവർ പറഞ്ഞു തന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് 9%, 11%, 9% എനിക്ക് ബാക്കിയുണ്ട്. വീട്ടിൽ നിന്ന് 100 ആക്കി ഇറങ്ങിയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് 9% എത്താറായി. എക്കോ മോഡൊക്കെ എത്തി. എക്കോ മോഡ് എത്തി ഞാൻ പിന്നെ ഒരു 40+ എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ തേടി കണ്ടുപിടിച്ചാണ് ഹൈപ്പർ ചാർജർ എടുത്തത്. അവിടെ അത് വർക്കിംഗ് അല്ലായിരുന്നു, ഞാൻ പെട്ടുപോയേനെ. അപ്പോൾ അത് ദൈവം സഹായിച്ചത്. എത്ര നേരം എടുത്തു ഇവിടുന്ന് അവിടെ വരെ ചെല്ലാൻ? എങ്ങനെയാണ് പോക്ക് സ്പീഡും ഉപയോഗിച്ച മോഡ്സ് ഒക്കെ? ഓക്കെ, ഞാൻ ആദ്യം ഹൈപ്പർ മോഡ് യൂസ് ചെയ്ത് ആലപ്പുഴ വരെ ഒരു 50 കിലോമീറ്റർ ഉണ്ട് എനിക്ക്. ആലപ്പുഴ വരെ ഞാൻ ഹൈപ്പർ മോഡ് യൂസ് ചെയ്ത്. അപ്പം ഹൈപ്പർ മോഡ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് സ്പീഡ് നമുക്ക് ലിമിറ്റ് ചെയ്ത് പോകണം. അപ്പം ചില ഓവർടേക്സ് വരുമ്പോൾ ഞാൻ സ്പീഡ് കൂട്ടി ആലപ്പുഴ എത്തിയപ്പോഴത്തേക്ക് വണ്ടിയുടെ ഓൾമോസ്റ്റ് ഒരു 40% തീർന്നു. അപ്പോൾ ഇങ്ങനെ പോയാൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് ഞാൻ നോർമലി കീപ്പ് ചെയ്തും അവിടെ ഓവർടേക്സ് വരുമ്പോൾ നമ്മൾ മോർ പവർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു സ്പീഡ്. അപ്പം ഞാൻ ക്രൂസ് മോഡ് ഓണാക്കി കുറച്ച് നേരം ക്രൂസ് മോഡ് ഒരു 44 കീപ്പ് ചെയ്ത് ക്രൂസ് മോഡിൽ പോയി. അത് കഴിഞ്ഞ് അവിടുത്തെ നമ്മുടെ വയറ്റിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരു എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു 70% തീരാറായി. പിന്നെ ഒരു 30% വെച്ചിട്ടാണ് ഞാൻ പാലാരിവട്ടം കണ്ടുപിടിച്ചത്. പിന്നെ അത് മാപ്പൊക്കെ ഇട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് 11% ആയി. അപ്പോഴത്തേക്ക് നോർമൽ മോഡും കട്ടായി, എക്കോ മോഡിലോട്ട് പോകും. എനിക്ക് തോന്നുന്നു 15% ആകുമ്പോഴത്തേക്ക് അത് നോർമലി കട്ട് ചെയ്ത് എക്കോ മോഡിലോട്ട് പോകും. നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ പെർഫോമൻസിലൊക്കെ ഡ്രോപ്പ് ഉണ്ടാകുമോ? അതായത് സാധാ നമ്മുടെ നോർമൽ മോഡിനേക്കാളും എക്കോ മോഡിനേക്കാളും ഈ വണ്ടി ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ എക്കോ മോഡിലോട്ട് വിടുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ത്രോട്ടിൽ എടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് സ്പീഡ് കുറച്ചുകൂടെ പോവുകയാണെങ്കിൽ അത് പുള്ളി ചെയ്ത് ബാക്ക് ലിമിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ക്രൂസ് ചെയ്ത സ്പീഡിൽ നിന്ന് അത് പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പിന്നെ എക്കോ മോഡ് ആയി കഴിഞ്ഞാൽ നോർമൽ മോഡിൽ നമുക്ക് 80 കിലോമീറ്റേഴ്സ് വരെ പോവാം. അത് പക്ഷെ പതിയെ കയറത്തുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത്യാവശ്യം പവർ ഉണ്ട്. അത് അതിൽ നിന്ന് എക്കോ മോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഓക്കെ. പിന്നീട് ഇപ്പം അവിടെ ഹൈപ്പർ ചാർജർ യൂസ് ചെയ്തു, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എന്തോരം സ്പീഡിൽ ചാർജ് കയറും നമ്മൾ സാധാരണ വെച്ച്? അത് എനിക്ക് 45 മിനിറ്റ്സ് അവർ പറയുന്നത്. 70% 0 to 70% ആവാൻ അവർ 45 മിനിറ്റ്സ് ആണ് പറയുന്നത്. പിന്നെ അത് സ്ലോ ചാർജിങ്ങിലോട്ട് മാറും. അപ്പം അവിടെ ഉള്ളവരെല്ലാം എന്ന് പറഞ്ഞാൽ 70 ആയി കഴിയുമ്പം അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത് വണ്ടി ഗൺസ് കൈമാറുന്ന പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ബാക്കി എല്ലാവരും വീട്ടിൽ പോയി ചാർജ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഒരൊറ്റ ഹൈപ്പർ ചാർജറേ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റേ ഓല സർവീസ് സെൻ്ററുകളിലെയും ഷോറൂംസിൻ്റെയും മറ്റേ നോർമൽ ചാർജിങ് ആണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. എൻ്റെ വീട്ടിൽ തന്നെ ഇത് 0 to 100 ആക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6 hours എടുക്കുന്നുണ്ട്. 6 hours സംതിങ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ചാർജിങ് ടൈം. അത് 0 to 100 അത് 750 വാട്ടിൻ്റെ ചാർജർ. 750. നമ്മുടെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള വേരിയൻസിന് 500 വോൾട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ വരുന്ന ലോവർ എനിക്ക് ലോവർ വേരിയൻസിന് ഇതിന് 750 ഉണ്ട്. എന്നാലും അത് 6 hours എടുക്കും ചാർജ് ആവാനായിട്ട്. അപ്പം ഹൈപ്പർ ചാർജറിൻ്റെ കേസ് വരുവാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് 70% ആവും. പിന്നെ അത് നോർമലി നമ്മുടെ ചാർജറിൻ്റെ കണക്ക് സ്ലോ ചാർജിങ് ആയിരിക്കും. ഇതിപ്പം ചാർജ് ചെയ്യുന്നത് എങ്ങനെ? ഓവർനൈറ്റ് ചാർജിങ് ആണോ സാധാരണ ചെയ്യാറ്? ഞാൻ എപ്പോഴും രാവിലെ എല്ലാം യൂസ് ചെയ്ത് നൈറ്റ് കുത്തിയിട്ടിട്ട് രാവിലെ എടുത്തുകൊണ്ട് പോകുന്നതാണ് പതിവ്. പക്ഷെ അങ്ങനെ ശീലിക്കാതിരിക്കുന്നത്, നമ്മൾ ഈ നൈറ്റ് കുത്തിയിടുമ്പോൾ നമുക്ക് വണ്ടി ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ തീ പിടിക്കുന്ന അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നൈറ്റ് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും വന്നാൽ പോലും നമ്മൾ അറിയില്ല. പിന്നെ എന്തെങ്കിലും ഇടി വെട്ടിയാൽ ചാർജറും അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ എനിക്കത് ആ ഒരു ചോയ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ അത് കഴിവതും അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ഈ ലേറ്റ് നൈറ്റ് ചാർജിങ്.
ഓക്കെ. പിന്നെ നമുക്ക് എറണാകുളത്ത് ആകെ ഒരൊറ്റ ഹൈപ്പർ ചാർജറേ ഉള്ളൂ. എല്ലാവരും കൂടി അവിടെ വന്നിട്ടാണ് തിരക്കായിരിക്കും, അടിയായിരിക്കും. പിന്നെ അവരൊരു വെയിറ്റിംഗ് ഷെഡൊന്നും കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ. വെയിലത്ത് തന്നെ വെയിലും മഴയും പിന്നെ കാക്കയും കിളിയും എല്ലാം തൂറുന്നതും കിട്ടും. അപ്പം നമ്മളിപ്പോൾ അവിടെ കൊണ്ട് ചാർജ് ചെയ്യാൻ രാത്രി ഒരു ഈവനിങ് കഴിഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കിളികളെല്ലാം വന്ന് വണ്ടിയെല്ലാം തൂറി നാശമാക്കും. അവിടെ നമ്മൾ നിന്നാൽ നമ്മളെ നാശമാക്കും, മറ്റേ കാക്ക തൂറി. ഓക്കെ. അപ്പോൾ അതാണ്. അപ്പം ലോങ്ങിൽ റേഞ്ചിന്റെ കാര്യം അപ്പം അങ്ങനെയാണ്. റേഞ്ച് എനിക്ക് മാക്സിമം ഒരു 138 വരെ കിട്ടിയിട്ടുണ്ട്. അത് അത്രയ്ക്കും നന്നായിട്ട് നമ്മൾ ആ ഒരു ക്രൂസിങ് സ്പീഡ് ക്രൂസ് മോഡ് ഇട്ടിട്ട് നമുക്ക് ഒരു 44 ഒക്കെ കീപ്പ് ചെയ്ത് നമ്മളൊരു 50 മേലെ വണ്ടി കയറ്റാതെ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 138 വരെ കിട്ടിയിട്ടുണ്ട്. അതാണ് മാക്സിമം എനിക്ക് കിട്ടിയിട്ടുള്ളത്. എക്കോ മോഡ് ഇട്ട് അവിടെ യൂസ് ചെയ്യുന്ന കുറേ സ്വിഗ്ഗി യൂസേഴ്സിനെയൊക്കെ കണ്ട് അവരൊക്കെ പറയുന്ന അവർക്ക് 200+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എക്കോ മോഡ് മാത്രം സിറ്റിക്കകത്ത് അവർക്ക് അങ്ങനെ കിട്ടും. കാരണം അവർക്ക് ഹിൽ ഏരിയാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കത് കിട്ടും. വലിയ ഓവർടേക്സ് ഇല്ല. അവർക്ക് ആ ഒരു ടൈമിനുള്ളിൽ സാധനം ഡെലിവറി ചെയ്താൽ അവർ പറയുന്നത് 200+ കിട്ടിയിട്ടുണ്ടെന്ന്. അവർ ഹൈവേയിലൊക്കെ ക്രൂസ് മോഡ് ഇട്ട് എക്കോ മോഡ് കീപ്പ് ചെയ്ത് പോകും. ആ ഹൈപ്പർ ഇട്ട് പോയാൽ എനിക്ക് തോന്നുന്നില്ല അത്രയും കിട്ടുമെന്ന്. എറൗണ്ട് ഒരു 110+ എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. 110 എന്തായാലും ഉറപ്പ് കിട്ടും. 110 ഉറപ്പായിട്ടും. അത്ര അക്യുറേറ്റ് അല്ലെങ്കിലും ഒരു സാധാരണ ഒരു IC സ്കൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 110 കിട്ടും. 110 കിട്ടും. അത് വേണ്ടടുത്ത് വലിയ പവർ സാക്രിഫൈസ് ഒന്നും ഇല്ലാണ്ട് കൈ കൊടുത്ത് അത് വിത്ത് പില്യൺ അല്ല, വിത്തൗട്ട് സിംഗിൾ റൈഡർ. വിത്ത് പില്യൺ വരുമ്പോൾ വീണ്ടും ചാർജിങ്ങിന്റെ ചാർജ് ഇറങ്ങുന്നതിന്റെ ആ ഒരു ടൈം വിത്ത് പില്ലാണ് ഏകദേശം ഒരു കണക്കിലെത്ര കാണും? വിത്ത് പില്യൺ ഞാൻ അങ്ങനെ ഓടിച്ചത് എനിക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സ് മാക്സിമം ചാർജ്. അത് നമ്മുടെ ഫ്ലാറ്റ് റോഡാണ്, വലിയ കയറ്റമിറക്കം ഇല്ലാത്ത റോഡ്. ഒരു 80 കിലോമീറ്റേഴ്സ് ഞാൻ ഫുൾ ചാർജ് ഓടിച്ചിട്ടുണ്ട്. 80 ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇതിലിപ്പോൾ ഈ വരുന്ന ഡിസ്പ്ലേ ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നല്ലോ ഇതിന്റെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ. അതിന്റെ ഈ ഒരു ഇതിൽ വരുന്ന ഫീച്ചേഴ്സ്, ഇതിന്റെ ഉപയോഗമൊക്കെ എങ്ങനെയുണ്ട്? അത് ടച്ച് സെൻസിറ്റീവ് ഭയങ്കര ലാഗാണ് ചില സമയം അതിൻ്റെ സ്ക്രീൻ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റിവിറ്റി ഭയങ്കര, നമ്മുടെ ടച്ച് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോഴൊന്നും ചിലപ്പോൾ മൂവ് ആവാതിരിക്കും. പിന്നെ നമ്മൾ റീബൂട്ട് ചെയ്തൊന്ന് കൂളായി കഴിഞ്ഞാലേ അതൊന്ന് റെഡി ആവത്തുള്ളൂ. പിന്നെ അത്യാവശ്യം സെറ്റിങ്സ് എല്ലാം ഒരു ഫീച്ചേഴ്സ് എല്ലാം ലോഡഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു OS 4 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ബെറ്റ വെർഷനാണ്. അത് വന്നതിന് ശേഷം അവർ ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ടേണിങ് ഓൺ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ ആരെങ്കിലും വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ടെമ്പർ അലേർട്ട്, ഫാൾ ഇൻഡിക്കേഷൻ, അങ്ങനെ കുറേ അലേർട്ട്സും കാര്യങ്ങളും ഒക്കെ അവർ അതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട് ഇപ്പം. അപ്പം പിന്നെ നമ്മുടെ ഈ നേരത്തെ റീജനറേഷൻ ഇവർക്ക് ഓഫാക്കാൻ പറ്റത്തില്ലായിരുന്നു, നമ്മൾ ലോ ഇട്ട് ഓടിക്കണമായിരുന്നു. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ വണ്ടി എടുത്ത ടൈമിൽ ഹൈ റീജനറേഷൻ ഓൺ ആക്കിയിട്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ആക്സിലേറ്റർ കട്ടാവുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഒരു പിടിച്ച് വലിവ് കാണും, ബാറ്ററിയിലോട്ട് പവർ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പോകുന്ന ഡിസ്റ്റൻസ്, ആ റേഞ്ച് അത് കട്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് പോകേണ്ട ഡിസ്റ്റൻസിന്റെ ആ റേഞ്ച് ഫോഴ്സ്ഫുള്ളി വണ്ടി ഈസി ആയിട്ട് മൂവ് ചെയ്യേണ്ട ഏരിയയും വണ്ടി പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ റേഞ്ച് പിന്നെ നമ്മൾ അപ്പം എനിക്കൊരു ആദ്യം വണ്ടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഹൈ റീജനറേഷൻ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് ചാർജ് പെട്ടെന്ന് കയറും. അങ്ങനെ എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്തത് പിന്നെ ലോയിലിട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് റേഞ്ചിന് നല്ല വ്യത്യാസം വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഹില്ലി ഏരിയയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴായിരിക്കണം ഈ റീജനറേഷനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അല്ല നമ്മുടെ ഫ്ലാറ്റ് റോഡിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അവർ അതിൻ്റെ ഓപ്ഷൻ അപ്ഡേറ്റ് ചെയ്തപ്പം ഈ റീജനറേഷൻ ഓഫ് ആക്കാനുള്ളൊരു ഓപ്ഷൻ അവർ വന്നിട്ടുണ്ട്. നേരത്തെ ഹൈ, മിഡ്, ലോ അങ്ങനെ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം. ഇപ്പം നമുക്ക് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഇപ്പം മിക്കഴും ഓടിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും റേഞ്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ റേഞ്ച് കിട്ടില്ല. അതെല്ലാവരും പിന്നെ ടയറിൻ്റെ പ്രഷറും മെയിൻറ്റെയിൻ ചെയ്യണം. അതും ഈ ഒരു നമുക്ക് റേഞ്ച് കിട്ടുന്നതിൻ്റെ ഭാഗമാണ്. ഞാൻ ഒരു ഫ്രണ്ട് ഒരു 29-ഉം ബാക്ക് ഒരു 33 ആ കമ്പനി പറയുന്നത്. 35 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ഗ്രൂപ്പുകളിലൊക്കെ ഒരു സജഷൻ വന്നു. ഞാൻ അത് ട്രൈ ചെയ്തപ്പോൾ എനിക്കും കുഴപ്പമില്ല. എനിക്ക് 138 കിട്ടിയത് ആ ഒരു ടൈമിൽ ഞാൻ 35 PS എയർ കീപ്പ് ചെയ്തപ്പോഴായിരുന്നു. പിന്നെ നമ്മുടെ ഹെഡ് ലാമ്പിന്റെ വിസിബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ഹെഡ് ലാമ്പ് വിസിബിലിറ്റി ഞാൻ ഇതുവരെ ഓടിച്ചത്, എനിക്ക് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് ഏറ്റവും വിസിബിലിറ്റി തോന്നിയത് ഇതിന്റെ ഹെഡ് ലാമ്പ്. നല്ലൊരു വൈഡും കിട്ടുന്നുണ്ട്, വലിയ വൈഡ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വൈഡും ഉണ്ട്, നല്ല ത്രോയും ഉണ്ട്. ബ്രൈറ്റ് നല്ല രീതിയിൽ നമുക്ക് വിസിബിൾ ആണ്. പിന്നെ നമുക്ക് ഫോഗി കണ്ടീഷൻസ് അറിയത്തില്ല, LED യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫോഗി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി നല്ലതാണ്. എല്ലാവരും നമുക്കൊരു ബ്രൈറ്റ് ഇട്ട് വരുന്ന വണ്ടികളാണെങ്കിൽ ഇത് 2 തവണ ഒരു ബ്രൈറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഡിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയതുകൊണ്ടാണ്. പിന്നെ അത്യാവശ്യം വിസിബിലിറ്റിയും കിട്ടുന്നുണ്ട്.
പിന്നെ നമ്മുടെ ഇപ്പം ഈ പാർട്ടി മോഡൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പൊ ഇതില്, അതെങ്ങനെയുണ്ട് സാധനം? അത് ഈ കുഞ്ഞു പിള്ളേരെ പാപ്പം തെറ്റിക്കാനൊക്കെ വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അത് ഒരുപാട് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ എല്ലാവരെയും നമുക്ക് ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ പാർട്ടി മോഡ്. നമുക്ക് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ, ഫ്രണ്ട്സുമായിട്ട് പോകുകയാണെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ ചില്ല് ചെയ്യുവാണെങ്കിൽ ഈ പാർട്ടി മോഡ് സാധാരണ നമ്മൾ പോകുമ്പോൾ ബ്ലൂ സ്പീക്കറൊക്കെ ഞങ്ങള് ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ ഒരു സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്നത്. അവരിത് മറ്റേ കളിയാക്കുന്ന രീതിയിൽ മറ്റേ ലോട്ടറിയുടെ അത് ഇതും പിന്നെ സോങ്സ് ഇട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഓടിച്ചു നടക്കും. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്, ഈ ഫീച്ചർ. നല്ല ഫീച്ചറായിട്ട് തന്നെ തോന്നുന്നു. ഈ ഒരു ഫീച്ചർ ഭയങ്കര ഫണ്ണി ആയിട്ടും എല്ലാവരെയും ഹാപ്പിനെസ് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഫീച്ചർ കാരണം. പിന്നെ അതിൻ്റെ കൂടെ ആ ലൈറ്റ്സും ചേഞ്ച് ചെയ്യുന്നു. നമുക്കിത് സിങ്ക് ചെയ്യാമല്ലോ മറ്റ് ഈ സെയിം മോഡലുമായിട്ട്, വണ്ടികളുമായിട്ട് നമുക്ക് സിങ്ക് ചെയ്ത് ഒരേ സോങ് തന്നെ സിങ്ക് ചെയ്ത് പ്ലേ ചെയ്യാം. അപ്പം വലിയൊരു അത്യാവശ്യം നല്ല ലൗഡായിട്ട് തന്നെ നമുക്ക് ഇതിന് 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള വേരിയൻസിന് ഒരു സ്പീക്കറും പിന്നെ സ്പീക്കേഴ്സ് ഇല്ലാതെയൊക്കെ വരുന്നുണ്ട്. ഇതിന് അന്ന് 2 സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് X1 പ്രോയ്ക്ക് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ലൗഡാണ്. 10 വാട്ടിന്റെ സ്പീക്കർ, 10 വോൾട്ടിന്റെ അത്യാവശ്യം നല്ല ലൗഡാണ്. നമ്മൾ ഒന്ന് ഉപയോഗിച്ചപ്പോഴാണല്ലോ നല്ല ലൗഡായിട്ട് നല്ല ലൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നീട് ഇനിയിപ്പം ഓവറോൾ ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ട്? ക്വാളിറ്റി വൈസ് എനിക്ക് S1 Pro, എനിക്ക് S1 ഇപ്പം Gen 2 ഇറങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് പറഞ്ഞു Gen 1-നെക്കാട്ടി ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസ് അതിനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസൈൻ വൈസ് ആണെങ്കിലും അവർ ഭയങ്കര ബോറാക്കിയിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം പിന്നെ ക്വാളിറ്റി വൈസ് ഇതിനെക്കാട്ടി ബെറ്റർ ആക്കേണ്ടതിന് പകരം ക്വാളിറ്റി വൈസ് ഒരുപാട് മോശമാക്കിയെന്ന് ഒരുപാട് യൂസേഴ്സ് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടും പറഞ്ഞു ക്വാളിറ്റി വൈസ് ഇച്ചിരി അവർ കുറച്ചുകൂടെ താന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനും ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ കമ്പയർ ടു Gen 2 Gen 1 വാസ് ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിപ്പം മോശം റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം ഈ പാനൽസ് ഒക്കെ ഇളകി അടിക്കുന്ന സൗണ്ട്, അല്ലേ വൈബ്രേഷൻ സൗണ്ട്, അങ്ങനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? എനിക്കൊരു വട്ടം ഇതിന്റെ താഴത്തെ പീസിന് അങ്ങനെ ഒരു സൗണ്ട് നോയ്സ് വന്നായിരുന്നു. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഒരു കംപ്ലൈന്റ് വന്ന് സർവീസിന് പോയ ടൈമിൽ അവർ ആ പീസ് വാറണ്ടിയിൽ അതെനിക്ക് മാറി തന്നപ്പോൾ ആ സൗണ്ട് മൊത്തത്തിൽ മാറി കിട്ടി. വാറണ്ടി തന്നെ വാറണ്ടി തന്നെ അത് ക്ലിയർ ചെയ്തത് തിരുവല്ല ഷോറൂമിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ സർവീസ് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സർവീസ് ഇപ്പോൾ ഓലയുടെ മെയിൻ ഏറി നിൽക്കുന്ന സാധനം ഓലയുടെ സർവീസാണ്. ദൈവം സഹായിച്ച് എനിക്കൊരു ഇഷ്യൂ വന്നു. എൻ്റെ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി. വണ്ടി എടുത്ത ടൈമിൽ ഇതിൻ്റെ സ്വിച്ച് ഇത് വണ്ടി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഈ സ്വിച്ച് വർക്ക് ആവാതായിരുന്നു. അപ്പം സ്ക്രീൻ ഓൺ ആയിരുന്നു, അത് ഓവർ ഹീറ്റ് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വണ്ടി കൊണ്ടുവരണം, അവർക്കിത് വന്ന് പിക്ക് ചെയ്യാനുള്ള സർവീസും കാര്യങ്ങളും നമ്മൾ വേറെ എക്സ്ട്രാ പാക്കേജ് എടുക്കണമായിരുന്നു. അല്ല S1 കെയറോ അങ്ങനെ എന്തോ ഒരു ആപ്പ് വഴി നമ്മളത് എടുത്താലേ നമുക്ക് അവർ വന്ന് വണ്ടി പിക്ക് ചെയ്തോളൂ. ഞാൻ അത് എടുത്തിട്ടില്ലായിരുന്നു, എനിക്കന്ന് എക്സ്റ്റൻഡ് വാറണ്ടിയും ഇല്ലായിരുന്നു. അപ്പം അവർ വണ്ടി അവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മളത് വേറൊരു വണ്ടി കയറ്റി ഇത് അവിടെ കൊണ്ടെത്തിച്ച് അവർ വാറണ്ടിയിൽ ഈ സ്വിച്ചെല്ലാം മാറി തന്നു. സ്വിച്ച് മാറി തന്നപ്പോൾ ആ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്ത് അവിടെ ഒരു ടെക്നീഷ്യൻ വിഷ്ണു എന്ന് പറഞ്ഞൊരു ടെക്നീഷ്യൻ്റെ പുള്ളി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളും നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് സർവീസ് സെൻറ്ററിൽ നിന്നുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ റെക്ടിഫൈ ചെയ്ത് തരുന്നുണ്ട്. അത്യാവശ്യം എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നുള്ള കംപ്ലയിൻസ് എല്ലാം അവർ അവിടെ കൊണ്ടുവന്ന് റെഡിയാക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അവർ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അതല്ലാണ്ട് നമ്മുടെ IC എഞ്ചിൻ സ്കൂട്ടേഴ്സ് പോലെ ജനറൽ സർവീസ് ആയിട്ട് എന്തെങ്കിലും? ബ്രേക്ക് പാഡ്സ് ആണ് മോസ്റ്റ്ലി വരുന്നത്. 750 റുപ്പീസ് വരും അതിൻ്റെ ഈച്ച് ബ്രേക്ക് പാഡ്സ്. ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്തിട്ടാണോ അതോ ഓരോന്നിന് 750 വെച്ച് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഫ്രണ്ടും ബാക്കും സെയിം സൈസ് ടയറും സെയിം ഡിസ്കുമാണ്, അതുകൊണ്ടായിരിക്കും ആ സെയിം പ്രൈസും വന്നത്. അപ്പം ഇതുവരെ മാറിയിട്ടില്ലല്ലോ? ഇല്ലില്ല, ഈ 4000 കിലോമീറ്റേഴ്സ് മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് ആയതുകൊണ്ട് പാഡിനധികം അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പാനിക് സിറ്റുവേഷനിൽ നമ്മൾ റീജനറേറ്റിംഗ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഉമ്മ വെച്ചിരിക്കും. ഞാൻ പറഞ്ഞിട്ട് നമ്മളൊരു ഓടിക്കുന്ന ടൈമിൽ നമുക്ക് മോസ്റ്റ്ലി ഇത് വെച്ച് തന്നെ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ ബാറ്ററിയിലോട്ടുള്ളൊരു വലിയ തോതിലൊന്നും കയറത്തില്ലെങ്കിലും നമുക്ക് പാഡ് അധികം തീരത്തുമില്ല, റേഞ്ചും അധികം കട്ടാവാത്ത രീതിയിൽ അത് ആ ഒരു സ്പീഡൊക്കെ അതെ. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇത് ടെസ്റ്റ് റൈഡ് ചെയ്തു. അവർ യൂസ് ചെയ്യുന്ന രീതിയിലെല്ലാം ഹാർഡായിട്ടും റഫായിട്ടും എല്ലാം യൂസ് ചെയ്ത് നോക്കി. അപ്പം നമ്മുടെ മോട്ടോ ബാറ്റ്മാൻ അറിയാം, അത്യാവശ്യം ഹൈ പവർ മോഡ് ഇട്ട് നല്ല പൊളിച്ചിട്ടുണ്ട്. അന്ന് പുള്ളി നല്ല ഇംപ്രസ്ഡ് ആയിരുന്നു. പിന്നെ നന്ദു ഇറ്റ്സ് മീ ബൈക്കർ ബീച്ചിലൊക്കെ കൊണ്ട് ഓടിച്ചിട്ടുണ്ട്. ബീച്ചിലൊക്കെ ഇട്ട് അവിടെ ഇട്ട് റണ്ണിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹാർഡ് കോറൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഇതുവരെ
ഞാൻ എല്ലാ രീതിയിലും ടെസ്റ്റിന് ഇതിനെ വിട്ടിട്ടുണ്ട്. ഇനി വാട്ടർ ടെസ്റ്റോടെ ഉള്ളൂ പെൻഡിങ്. ഇനി വെള്ളത്തിൽ പോകാനല്ലേ? അത് ഓൾറെഡി കടലിലൊക്കെ മുക്കിയിട്ടുണ്ട്. നമ്മളെന്തായാലും അത് ചെയ്യത്തില്ല. അത്യാവശ്യം ഒരു എന്നാലും നമ്മുടെ ഈ വാട്ടർ അത് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നാട്ടിലെ ചെളി മഴ അതില് വിഷയമൊന്നുമില്ലല്ലോ. ഇല്ല ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആണ്. കമ്പനി അത് ക്ലെയിം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഷോറൂമിൽ വരുമ്പോൾ അവര് ബാറ്ററി അതെല്ലാം വെള്ളത്തിൽ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 1.5 ലക്ഷം രൂപ മുടക്കാൻ പോയ ആൾക്കാർക്ക് മനസ്സിനകത്ത് ചെറിയൊരു പേടിയിൽ കാണും. വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് നമുക്ക്. എനിക്ക് മഴയുള്ള ടൈമിൽ ഞാൻ ഇത് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല മഴയത്തൊക്കെ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. വെയ്ഡിങ് ഇതുവരെ ചെയ്യാനുള്ള സാഹചര്യം ഇതിനുശേഷം പ്രളയമൊന്നും അതുകൊണ്ട് നമുക്ക് പറ്റിയില്ല. വെയ്ഡിങ് ചെയ്തിട്ടില്ല. എന്നാലും അത്യാവശ്യം അവർ ഈ സ്പീക്കേഴ്സ് ഒക്കെ വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നതെല്ലാം ഓക്കെയാണ്. മഴയത്ത് ഡിസ്പ്ലേ യൂസ് ചെയ്യുമ്പോൾ ഇല്ല, നമ്മൾ ഈ പാർക്ക് മോഡ് മാറി നമ്മൾ റൈഡ് മോഡിലോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ സ്ക്രീൻ മൂവ് ആവത്തില്ല. അപ്പം വാട്ടർ ഡ്രോപ്സ് വീണാലും റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സേഫ്റ്റി ഫീച്ചർ ആണ്. ഇൻ കേസ് വാട്ടർ ഡ്രോപ്സ് വീഴുമ്പോൾ അത് മൂവ് ആയി എന്തെങ്കിലും പ്രശ്നമായിരിക്കാൻ വേണ്ടി അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡ് ഇട്ടാൽ മാത്രമേ അത് വർക്ക് ആവൂ. അല്ലെങ്കിൽ പാർക്ക് മോഡ് മാറ്റണം. റൈഡ് മോഡിലോട്ട് മാറിയത് റൈഡ് ചെയ്ത് നമ്മൾ പാർക്കിലോട്ട് സ്വിച്ച് ചെയ്യണം. മനസ്സിലായി. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഡിസഡ്വാൻറ്റേജിലോട്ട് പോവാം. അതാണ് എല്ലാവർക്കും കേൾക്കാൻ ഇങ്ങനെ തരിച്ചിരിക്കുന്ന ഒരു സാധനം. ഇനിയിപ്പോൾ നമുക്ക് ഡിസഡ്വാൻറ്റേജിലോട്ട് പോവാം. ഓക്കെ, ഞാൻ അതിനു വേണ്ടി ഒരു ബുക്ക് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഒല യൂസേഴ്സ് എല്ലാം കൂടി പറഞ്ഞ സജഷൻ വെച്ചിട്ട് ഗ്രൂപ്പിലെ ഇതെല്ലാം കൂടി വെച്ചിട്ടും തോന്നിയ കാര്യങ്ങളും എല്ലാം കൂടി ഞാൻ ഒരു ബുക്ക് കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. തീരത്തില്ല. ആദ്യം പറയേണ്ടത് ചാർജിങ് സ്റ്റേഷൻസിന്റെ ഷോർട്ടേജ്. അത് നമ്മളെ എവിടെ ലോങ് ആയിട്ടുള്ള റൈഡ്സിലെല്ലാം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൈം ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യത്തിന് പോകണമെങ്കിൽ ഇത് ചാർജ് ചെയ്യാൻ മെയിനായിട്ട് നടക്കേണ്ടി വരും. നമ്മൾ അത് തന്നെ മെയിനായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ പറയാനുള്ള ഇതിന്റെ സൈഡ് സ്റ്റാൻഡ്. ഇത് ഒട്ടും സേഫ് അല്ല. ഈ സൈഡ് സ്റ്റാൻഡിന്റെ ഇഷ്യൂ കാരണം വണ്ടി ഒരു തവണ ഫാൾ ചെയ്തിട്ടുണ്ട്. അതെന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് തന്നെ അവൻ വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് സ്റ്റാൻഡ് അതിന്റെ വഴിക്ക് പോയി വണ്ടി അപ്പൊ അത് ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞായിട്ട് എനിക്ക് തോന്നി. ഒടിഞ്ഞല്ല, വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ആവും. ചരിവ് മുന്നോട്ട് തന്നെ വണ്ടിക്ക് നമ്മുടെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഇത് പുഷ് കൂടുതലായിരിക്കും. അത് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. അതുകൊണ്ട് ഈ സ്റ്റാൻഡ് ഒരുപാട് ഇഷ്യൂസ്. ഇപ്പൊ ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റാൻഡ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാലും വാറന്റി ഇഷ്യൂസ് ഒക്കെ അവർ ക്ലെയിം ചെയ്യും. അതുകൊണ്ട് അതും വെക്കാൻ പറ്റത്തില്ല, ഇതും വെക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വിച്ചിന് എനിക്ക് എടുത്ത ടൈമിൽ തന്നെ ഇതിന് കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വാറന്റിയിൽ അവർ മാറി തന്നോണ്ട് 2 രൂപ ഉണ്ട് കേട്ടോ, മനസ്സിലാവും. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്വിച്ചസ് അല്ല. ഇതെല്ലാം വ്യത്യാസമുണ്ട്. നോർമൽ സ്കൂട്ടേഴ്സിനും ബൈക്കിൽ നിന്നും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പം ഇത് നൈറ്റ് പുതുതായിട്ട് ഒരാൾക്ക് വണ്ടി കൊടുക്കുവാണെങ്കിൽ ഇത് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇതിലൊരു ലൈറ്റും വരുന്നില്ല. നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഇതും വരുന്നില്ല, ഗ്രിപ്പും വരുന്നില്ല. അപ്പം ഇത് നൈറ്റ് ആകുമ്പോൾ ഭയങ്കര പാടാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ. ഇത് ഓടിക്കുന്നവർക്ക് തന്നെ ഡെയിലി ഓടിക്കുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വേറൊരാൾക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും ഇടാതെ അവർ നടക്കേണ്ടി വരും. അതൊരു മെയിൻ ഇഷ്യൂ ആണ്. പിന്നെ ഈ ടണല് നമുക്ക് ലഗേജസ് നമുക്ക് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റത്തില്ല. ഒരുപാട് ലഗേജസ് വെക്കാതിരിക്കുന്ന ബെറ്റർ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം അതിന്റെ അടി ബാറ്ററി, അപ്പൊ ഗ്യാസ് കുറ്റിയൊക്കെ കയറ്റി വെക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അവർ ഇത് വെച്ചത്. ഇപ്പൊ പിന്നെ അവർ അത് തന്നെ മാറ്റി പിടിച്ചിട്ടുണ്ട്. അവരിനി ഗ്യാസ് കുറ്റി അല്ല എന്ത് വേണേലും വെച്ചോ എന്നുള്ള രീതി ടണലൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ടണൽ എനിക്കൊരു പ്രശ്നമാണ്. ഇപ്പൊ ഇതിനകത്ത് 5 kgs വരെ ഈ ഹുക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് താഴെ ലാൻഡ് ഇരിക്കത്തില്ല. അതിങ്ങനെ ചരിഞ്ഞു മറിഞ്ഞു. പക്ഷെ നമുക്ക് കാല് വെക്കുന്നതിന് അതിൽ ബുദ്ധിമുട്ടുണ്ടോ? കാല് വെക്കാൻ ഇത് പെർഫെക്റ്റ് ആണ്. ഈ ഒരു ടണൽ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് 2 കാലും നമ്മൾ കറക്റ്റ് ആംഗിൾ വെക്കുന്നതുകൊണ്ട് നമുക്ക് റൈഡിങ്ങിന് അത് കംഫർട്ടാണ്. പക്ഷെ സാധനങ്ങൾ വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ, ഇതിന്റെ സ്ക്രീനിന്റെ ലാഗ്. നമുക്ക് എപ്പോഴും ബഗ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ റീബൂട്ട് ചെയ്യാൻ നിൽക്കണം. ആ റീബൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം അത്യാവശ്യം നല്ല ടൈമാണ്. റീബൂട്ട് ചെയ്ത് വന്ന് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ പ്രശ്നമാണ്. കഴിവതും എല്ലാം രാവിലെയും വണ്ടി എടുക്കുന്ന സമയത്ത് റീബൂട്ട് ചെയ്യുന്നത് അത്രയും ബെറ്റർ ആയിരിക്കും. ഞാനിങ്ങനെ വീക്ക്ലി ഒക്കെയാണ് ചെയ്യുന്നത്. വീക്ക്ലി ചെയ്യുന്ന സമയം ഈ റീബൂട്ട് ബഗ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് വണ്ടി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും, മൂവ് ആവത്തില്ല, പാർക്ക് മോഡ് മാറത്തില്ല. അങ്ങനെ സോഫ്റ്റ്വെയർ വൈസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എല്ലാ ദിവസവും ഇല്ല, പല ദിവസങ്ങളിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നു. ഇപ്പൊ OS 4 ഞാൻ ബെറ്റ വെർഷനിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം കിട്ടിയത്. എന്നാലും ചില ടൈമിൽ ബഗ് എല്ലാം അവർ റെക്ടിഫൈ ചെയ്യണം. ഈ ഒരു ബെറ്റ 4 അവർ റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട്
OS4 അവർ പ്രോപ്പർ ആക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്തു. ബീറ്റെക്കിങ് എടുത്ത് ഇത് കുറേ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ട്രൈ ചെയ്തത്. കാരണം ഞാൻ ഈ വണ്ടി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ബഹ്റിനിൽ പോയായിരുന്നു. അപ്പം അനീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഈ വണ്ടി യൂസ് ചെയ്യാൻ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവൻ OS3 ഇട്ട് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ആ ടൈമിൽ ഇറങ്ങി അപ്ഡേറ്റ് ചെയ്ത വണ്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്യൂസ് വന്നായിരുന്നു. വണ്ടിക്ക് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ട് അവനത് അപ്ഡേറ്റ് ചെയ്തില്ല. പിന്നെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞ് വണ്ടി അവൻ്റെ നിന്ന് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തത്. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഇല്ല. ഈ ലാഗിങ്ങും കാര്യങ്ങളുള്ള അങ്ങനെ കുറേ സോർട്ട് ഇഷ്യൂസേ ഉള്ളായിരുന്നു. പിന്നുള്ളത് ABS വേണമെന്ന് തോന്നിയായിരുന്നു. കാരണം ഇത്രയും ഒരു 116 ക്ലോക്ക് ചെയ്യാൻ പറ്റും വണ്ടിക്ക്. അപ്പം ഹൈപ്പർ മോഡലിൽ അത്യാവശ്യം പവർഫുള്ളുമാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് അവരോട് ABS ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനൊരു മച്ച് നീഡായിരുന്നു ABS. കാരണം എനിക്ക് ഗവൺമെന്റും കൊണ്ടുവരേണ്ടതാണ് സത്യം ഇത്രയും പവർഫുൾ ആയിട്ട് ഇലക്ട്രിക്കിന് മാത്രം ഇത് കൊടുത്തില്ല. കാരണം ഇത് ഇത്രയും പവർഫുൾ ആയതുകൊണ്ട് ABS ഒരു മച്ച് നീഡഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇല്ലെന്നുണ്ടെങ്കിൽ പാനിക് സിറ്റുവേഷനിൽ നമ്മൾ അബദ്ധത്തിൽ ബാക്ക് ബ്രേക്ക് പിടിച്ചാൽ ബാക്ക് ബ്രേക്ക് ഉടനെ തന്നെ സ്കിഡ് ആവും. എൻ്റെ കയ്യിൽ നിന്ന് 2-3 തവണ സ്കിഡായി. ഞാൻ അത് പിന്നെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെയാണ്. ബാക്ക് ബ്രേക്ക് എപ്പോഴും സ്കിഡ് ആവുന്ന ചാൻസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഞാൻ. അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല. എന്നാലും ABS നീറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നുള്ളൊരു ഇഷ്യൂ, ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് കമ്പനി തരുന്നില്ല. അതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിക്കണം. ആക്സസറീസിലുണ്ട്. അതിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങി വെച്ചാലും വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ആവും. നമ്മൾ പിന്നെ ഏതൊരു ഹമ്പ് ചാടുമ്പോഴും അതിൻ്റെ അടി തട്ടുന്നുണ്ട്. അത് നമുക്ക് വെക്കാതിരിക്കാനും പറ്റത്തില്ല, വെക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ ഗ്രാബ് റെയിൽ, ഇതിപ്പോൾ വരുന്ന മോഡൽസിനെ അവർ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇതേ പിടിച്ച് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തോടെ പൊട്ടിഞ്ഞ് വരും. കാരണം ഇതിൻ്റെ ഇത് മോൾഡ് ചെയ്തേക്കുന്നതൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാതാണ്. ഇത് അത്ര സ്ട്രോങ്ങും അല്ല. നമുക്കിത് ഡിപ്പെൻഡ് ചെയ്ത് വണ്ടി നീക്കാനോ പിടിക്കാനോ പറ്റത്തില്ല. വണ്ടിക്ക് നല്ല വെയിറ്റ് വരുന്നതുകൊണ്ട് ഇതിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ ഇത് പൊട്ടി വരും. ഇതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി. പുറകെ ഇരിക്കുന്നവർക്കൊക്കെ പിടിച്ചിരിക്കേണ്ടതൊക്കെ സാധനമാണ്. അപ്പോൾ അത് അത്യാവശ്യം ഒരു ക്വാളിറ്റി ബിൽഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ വരുന്ന മോഡൽസിന് അവരത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് സ്വാപ്പ് ചെയ്യാനും പറ്റത്തില്ല. വ്യത്യാസമുണ്ട്. അത് ഞാൻ ചോദിച്ചു ആദ്യം തന്നെ, അതാ ചോദിച്ചത്. അതും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നീട് ഇനിയിപ്പം ഇത് വാങ്ങിക്കാൻ ആർക്കൊക്കെ ആയിരിക്കും ഇത് ചേരുന്നതെന്നാണ് പ്രോയ്ക്ക് തോന്നുന്നത്? എനിക്കിത് തോന്നുന്നത്, ഞാനിപ്പോൾ ബഹ്റിനിൽ പോയ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ വണ്ടി കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞില്ല. അവന് ഡെയിലി ഒരു 20 കിലോമീറ്റേഴ്സ് 30 കിലോമീറ്റേഴ്സ് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. അവന് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത്. അവൻ വീട്ടിൽ നിന്ന് വർക്കിന് പോകുന്നു, തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ അവന് അറൗണ്ട് ഒരു 10 കിലോമീറ്റേഴ്സ് എക്സ്ട്രാ ഓടിയാലും അവനൊരു 5 ഡേയ്സ് പോയി വരാനുള്ള ചാർജ്, ചാർജ് 5 ഡേയ്സ് അവന് പോയി വരാം. അവനത് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മന്ത് എത്ര രൂപയുടെ ഇലക്ട്രിസിറ്റി എക്സ്ട്രാ വരുന്നുണ്ടെന്ന് അവൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 250 റുപ്പീസ് മാത്രമേ എക്സ്ട്രാ അവന് കറണ്ട് ചാർജ് വന്നിട്ടുള്ളൂ. അപ്പം അവൻ ഈക്വലി അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവന് അറൗണ്ട് ഒരു 1500 റുപ്പീസ് സംതിങ് ബൈക്കിന് പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് അവൻ നോക്കിയപ്പോൾ അവന് നല്ലൊരു അതിനകത്തൊരു പ്രോഫിറ്റ് അവനത് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള യൂസേഴ്സിന് ഒരുപാട് ലോങ് ഇതേ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ നമ്മുടെ ഷോർട്ടായിട്ടുള്ള നമ്മുടെ ലോക്കൽ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇത് ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലോങ് റൈഡൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് വേണം. അത് ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് ചാർജായി കിട്ടുമെന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ വെച്ചിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഡെയിലി യൂസ് നമുക്ക് ഈ ഒരു കിലോമീറ്റേഴ്സ് ഇത്ര ഒരു 70 കിലോമീറ്റേഴ്സ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉള്ളതെന്നുണ്ടെങ്കിൽ ബെറ്റർ ചോയ്സാണ്. S1 Pro എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ Gen 2 വന്നിട്ടുണ്ട്. Gen 2-ന് ഇതിലും നല്ല റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ S1 Proയെക്കാട്ടി നല്ല റേഞ്ച് വ്യത്യാസമുണ്ട് Gen 2-ന്. ആ ക്വാളിറ്റി വൈസ് ഉള്ള ഇഷ്യൂസോടെ അവർ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നി. ഓക്കെ. ഇത്രയും കാലം ഓല എന്നുള്ളൊരു ബ്രാൻഡ് യൂസ് ചെയ്തതിൽ നിന്നും ഈ ഒരു ബ്രാൻഡ് ബാക്കിയുള്ളവർക്ക് ബ്രോ സജസ്റ്റ് ചെയ്യുമോ? ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളും സർവീസിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് വെളിയിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഞാൻ കേൾക്കുന്നുണ്ട്. അവർ ഈ മോഡൽസ് സെയിൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ സർവീസോടെ നല്ല രീതിയിൽ ഒന്ന് കൺസേൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെയിൽ വരും. എനിക്ക് തോന്നുന്നു എയ്തർ മാത്രമേ ഉള്ളൂ ഇതിനെ ടോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പം എയ്തറിൻ്റെ ആ ഒരു ക്വാളിറ്റി, അവരുടെ ആ സർവീസ്, ആ ഒരു രീതിയും വെച്ചിട്ടാണ് അവരങ്ങനെ മുന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഒലയും ആ ഒരു രീതി ബെറ്ററാക്കി വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കും കൂടും. ഇതിപ്പോൾ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ സർവീസ് സൈഡ് ഭയങ്കര മോശമാണ്. അവർക്ക് എല്ലാ ഷോറൂംസും എല്ലാ സർവീസ് ഡീലേഴ്സും ഒന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റേതായ അവർക്കൊരു പോരായ്മയുണ്ട്. അതോടെ അവർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എയ്തറിനെക്കാട്ടി ബെറ്റർ ആവാൻ ഒലയ്ക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ മാപ്പ്, ഇതിന് ഗൂഗിൾ മാപ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ എയ്തറിന് ഗൂഗിൾ മാപ്സ് ഉണ്ട്. അതിൻ്റെ അസിസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഇതിൻ്റെ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല മാപ്പായിരുന്നു.
അത് ഭയങ്കര കോസ്റ്റ് ആയിരുന്നു. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ട് എത്തിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ നാപ്പ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആപ്പ് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഇതായിട്ട് വന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ കണ്ടീഷനിലും ഇവിടുത്തെ റോഡ് കണ്ടീഷനിലും നമുക്ക് ഗൂഗിൾ മാപ്പാണ് ബെറ്റർ. ഞാനിപ്പം ആ മാപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ ഫോണിലെ മാപ്പ് യൂസ് ചെയ്താണ് ഞാൻ എവിടെയെങ്കിലും പോകുന്നത്. അത് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ റീറൂട്ടിംഗ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും. അപ്പോൾ ആ മാപ്പ് ഇപ്പോഴത്തെ അപ്ഡേറ്റിലാണ് അവർ ഈ മാപ്പ് കൊണ്ടുവന്നത്. ഇനിയും ഭാവിയിൽ ഇച്ചിരൂടെ കുറച്ച് നല്ല ഗൂഗിൾ മാപ്പ് ഒക്കെ വന്നാൽ നന്നായിരിക്കും. അവർ ഇനി ഗൂഗിൾ കൊണ്ടുവരുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഗൂഗിൾ മാപ്പാണ് കുറച്ചുകൂടെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്രയും കാലം ഇത് ഉപയോഗിച്ചതിൽ നിന്നും ബ്രോ ഒന്ന് റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഔട്ട് ഓഫ് 10 എത്ര ആയിരിക്കും ഇതിൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുന്നത്? ഔട്ട് ഓഫ് 10 ഞാൻ ഒരു 7 കൊടുക്കും. 7 കൊടുക്കും. ഇനി അവരുടെ സർവീസും ബാക്കി കാര്യങ്ങളോടൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് 10 ഇപ്പോൾ 7 ഉള്ളു. ഇപ്പോൾ 7 ഉള്ളൂ. ഓക്കെ അപ്പം ഓക്കെ ബ്രോ, എല്ലാം കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കുണ്ടായിരുന്ന കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ചോദിച്ചു, അതിനുള്ള ഉത്തരങ്ങളും കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇനിയും എക്സ്ട്രാ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോയെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഈ ഓരോലെ പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ കമൻറ്റിൽ ഇടുക. എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാനത് റിസോൾവ് ചെയ്ത് തരാം. പുള്ളിയോട് ചോദിച്ചിട്ടാണല്ലോ, അല്ലാണ്ട് ഓക്കെ എങ്ങനെയാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും താങ്ക് യു ബ്രോ, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന്. വെൽക്കം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഒല S1 Pro ഒരു 4000 കിലോമീറ്റർ ഓടിച്ചതിൽ നിന്നും എനിക്ക് യൂസറിന് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിലും ഒരു ഒല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണോ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ ജനറേഷൻ ഓഫ് വെഹിക്കിൾസ് വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാണ്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.